എസ് ഐ ശാരദാമ്മയോട് പറയുകയാണ്, അല്ല പുതിയ കക്ഷികൾ ആരെങ്കിലും ആണെങ്കിൽ സൂക്ഷിക്കണം. പിള്ളേര് വീട്ടിൽ പ്രായം തികഞ്ഞ് നിൽക്കുവല്ലേ, കാണാനും തരക്കേടില്ല. പലതും കണ്ടുവച്ചായിരിക്കും അവന്മാര് വരുന്നത്. എന്നിട്ടായിരിക്കും ഈ 10 ലക്ഷം തരുന്നത്. ദേഷ്യപ്പെട്ട് ശാരദാമ്മ പറയുകയാണ്, സാർ പ്ലീസ്, സാർ ഇങ്ങനെ അനാവശ്യം പറയരുത്. അനാവശ്യമല്ല ശാരദാമ്മേ, ആവശ്യമാണ്. പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യസന്ധമാണെന്ന് ബോധ്യപ്പെട്ടാലേ ഞങ്ങൾക്ക് അന്വേഷിക്കാൻ ബാധ്യതയുള്ളൂ. അല്ലാതെ നിങ്ങൾ പറയുന്ന വഴിയെല്ലാം ഓടാൻ കുടുംബശ്രീ ഹോട്ടലിന് മുന്നിൽ പെട്ടിയിട്ട പട്ടികളല്ല ഈ പോലീസുകാര്. നിങ്ങൾ ഇവിടെ നടത്തുന്നത് ഒരു 5 സ്റ്റാർ ഹോട്ടലൊന്നും അല്ലല്ലോ. ഇടിവെട്ടി ശക്തിയായി ഒരു മഴ പെയ്താൽ ഒലിച്ചു പോകാൻ മാത്രം പാകമുള്ള പഴയ ഒരു ഓടിട്ട കട. ഇവിടെ ഒരു നല്ല അലമാര വെക്കാൻ പോലും കാശില്ലാത്ത നിങ്ങളുടെ കയ്യിൽ എവിടെന്നാണ് ഈ 10 ലക്ഷം രൂപ? അതല്ല, പൈനാപ്പിൾ പരുവത്തിലുള്ള മക്കളെയും പെൺപിള്ളേരെയും ഒക്കെ വെച്ച് നിങ്ങൾ നടത്തുന്നത് ഹോട്ടൽ ബിസിനസ് അല്ലാതെ വേറെ വല്ല ബിസിനസ്സുമാണോ? ദേഷ്യപ്പെട്ട് ശാരദാമ്മ പറയുകയാണ്, ചീ നിർത്ത്. സ്റ്റേഷനിൽ വരുന്ന നേറും നെറിയും ഇല്ലാത്തവരെ മാത്രം കണ്ടു ശീലിച്ച അതുകൊണ്ടായിരിക്കും ശാരദാമ്മയും മക്കളെയും കാണാൻ നിങ്ങൾക്ക് കണ്ണില്ലാതെ പോയത്. 10-20 വർഷമായിട്ട് ഇതേ കൊള്ളരുതായ്മ കേട്ട് കേട്ട് കഴമ്പിച്ചതാണ് സാറേ എന്റെ ഈ കാതുകൾ. പക്ഷെ നിങ്ങൾ ഈ യൂണിഫോം ഇട്ടുകൊണ്ട് ചെറ്റ വർത്തമാനം പറയുമ്പോൾ അറപ്പാണ് തോന്നുന്നത് നിങ്ങളോട്. അത് കേട്ട് ദേഷ്യപ്പെട്ട് എസ് ഐ എടി എന്നും പറഞ്ഞ് ചാടി എഴുന്നേൽക്കുമ്പോൾ ശാരദാമ്മ അത് തടുത്തുകൊണ്ട് പറയുകയാണ്, വാ അടച്ച് മര്യാദയ്ക്ക് നിൽക്ക്. തനിക്ക് എന്റെ അനിയന്റെ പ്രായമേ ഉള്ളൂ. ഞാനൊരു സ്ത്രീയാണ്. ഒരു കടലാസിൽ എഴുതി മേലാപ്പിൽ കൊടുത്താൽ വകുപ്പ് വേറെ കേറും. അന്ന് സാറിന്റെ ഈ തൊപ്പി കാണില്ല. എന്താ അത് ചെയ്യിക്കണോ? അച്ഛനിട്ടിട്ട് പോയപ്പോൾ ദേവിയുടെ പാദങ്ങളിലാണ് ഞാൻ എന്റെ 3 കുഞ്ഞുങ്ങളെയും സമർപ്പിച്ചത്. നാഥൻ ആരാണെന്ന് ചോദിച്ചാൽ അഭിമാനത്തോടുകൂടി അവരെ ചേർത്ത് നിർത്തി ഞാൻ പറയും, ദൈവത്തിന്റെ കുഞ്ഞുങ്ങളാണ് അവരെന്ന്. അവരെ പറ്റി ഇല്ലാത്തതൊക്കെ ചിന്തിക്കുകയും പറയുമൊക്കെ ചെയ്താൽ അവൻ വന്ന് ഇടുത്തിയായിട്ട് തന്റെ തലയിൽ വീഴും. രക്ഷിക്കാനേ ഈ യൂണിഫോമിന് പോലും കഴിഞ്ഞെന്ന് വരില്ല. ഈ ശരീരം വെറും കച്ചവട ചരക്കല്ല സാറേ. ഇനിയെങ്കിലും സാർ അതൊന്നും മനസ്സിലാക്ക്. ആൺകുഞ്ഞുങ്ങളെയും പെൺകുഞ്ഞുങ്ങളെയും പ്രസവിച്ചു വളർത്തി മാതൃഭൂമിക്ക് സമ്മാനിക്കുന്ന ദൈവാനുഗ്രഹമാണിത്. സാറിനത് പറഞ്ഞു തരാൻ സ്വന്തം അമ്മ മറന്നുപോയിട്ടത് കൊണ്ടാണ്. ഗാന്ധിജിയുടെ ഫോട്ടോ നോക്കി തൊഴുതുകൊണ്ട് ശാരദാമ്മ പറയുകയാണ്, മഹാത്മാവെ മാപ്പ്, ഇവിടെ ഇരിക്കേണ്ടി വന്നതുകൊണ്ട്. അരിയെ പിടിച്ചുകൊണ്ട് ശാരദാമ്മ പറയുകയാണ്, വാ മോളെ, ഇവിടെ നിന്നും നീതി പ്രതീക്ഷിക്കേണ്ട നമ്മൾ. ഇവിടെ ഇയാൾ കളിക്കുന്നത് ഒത്തുകളിയാണ്, കണ്ണിച്ചോരയില്ലാത്ത ഒത്തുകളി. ഇതൊക്കെ കേട്ട് ഒരക്ഷരം മിണ്ടാനാകാതെ തല ഉഞ്ചു നിൽക്കുകയാണ് എസ് ഐ. ശാരദാമ്മ ശാരികയും കൂട്ടി അവിടെ നിന്നും പോവുകയാണ്. കോൺസ്റ്റബിൾ കുട്ടൻപിള്ള വന്ന് എസ് ഐയോട് ചോദിക്കുകയാണ്, കുടുംബശ്രീയിലെ ശാരദാമ്മയല്ലേ സാർ ആ വന്നിട്ട് പോയത്? ഇവരെന്താ ഇവിടെ? ദേഷ്യപ്പെട്ട് എസ് ഐ പറയുകയാണ്, തന്നോട് 2009 മുതലുള്ള ചൈൽഡ് മിസ്സിംഗ് കേസ് അതിന്റെ എല്ലാ ഫയലുകൾ തപ്പിയെടുക്കാൻ പറഞ്ഞിട്ട് എന്തായി? എടുത്തുകൊണ്ടിരിക്കുകയാണ് സാർ. എന്നാൽ അത് ചെയ്യ്, ഭാരിച്ച കാര്യങ്ങളൊന്നും അന്വേഷിക്കാൻ നിൽക്കേണ്ട സാറെന്ന് പറഞ്ഞ് കോൺസ്റ്റബിൾ അവിടെ നിന്നും പോവുകയാണ്. വീണ്ടും ശാലിനിയുടെ പുറകെ തന്നെ ബുള്ളറ്റുമായി പോവുകയാണ് വിഷ്ണു. പിന്നീട് കാണിക്കുന്നത് സ്റ്റേഷൻ തന്നെയാണ്. അവിടെ എസ് ഐ ഫോൺ വിളിക്കുകയാണ്, ബാലചന്ദ്രൻ. സാറേ, ബാലചന്ദ്രനാണേ. കാര്യങ്ങൾ എന്തായി എന്നറിയാൻ വേണ്ടി വിളിച്ചതാണ്. അവര് വന്നിരുന്നടോ? വേണ്ടത് കൊടുത്ത് പറഞ്ഞയച്ചിട്ടുണ്ട്. പരാതി വാങ്ങിയില്ലല്ലോ? ഇല്ലില്ല, വരട്ടി വിട്ടോ? എസ് ഐ ചോദിക്കുകയാണ്. പിന്നെ അവരത്ര പിടിപാടൊന്നും ഉള്ള ആൾക്കാർ അല്ലല്ലോ. പിടിച്ചുപറി കേസിൽ പരാതി വാങ്ങിയില്ല എന്ന് പറഞ്ഞ് മുകളിലേക്ക് എങ്ങാനും പോയാൽ എന്റെ തൊപ്പി തെറിക്കും. അന്നേരം ബാലചന്ദ്രൻ പറയുകയാണ്, ഏയ് സാർ അങ്ങനെയൊന്നും പേടിക്കേണ്ട. അങ്ങനെ ആരും സഹായത്തിന് ഇല്ലാത്തവരാണ് അവര്. അമ്മയും 3 പെൺമക്കളും മാത്രം. കൂട്ടത്തിൽ നടുവിലത്തേതിന് ഇത്തിരി ഇളക്കം കൂടുതലുണ്ടെന്നേ ഉള്ളൂ. വകുപ്പും നിയമവും ഒക്കെ പറയും. എന്നാലും ചെമ്മീൻ ചാടിയാൽ ഒളിമ്പിക്സിലൊന്നും എത്തില്ലല്ലോ, അത് ചട്ടിയിൽ തന്നെ കിടക്കും. പിന്നെ ഒരു വക്കീല് ചുറ്റിപ്പറ്റി അവിടെ നടക്കുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അവിടെ എങ്ങാനും വന്നാൽ സാർ അവരെ കണ്ടിട്ടുമില്ല, വേറൊരു പ്രശ്നവുമില്ല. അല്ല, അങ്ങനെയൊന്നും ഉണ്ടാകാൻ പോകുന്ന കാര്യങ്ങളൊന്നുമില്ല. ആദ്യമായിട്ട് അവർ സ്റ്റേഷനിലേക്ക് വന്നേ ഉള്ളൂ. ഈ കേസിൽ അവര് പരാതിപ്പെടില്ല എന്നുറപ്പാണ്. പരാതിപ്പെടാൻ അവരെ കൊണ്ട് പറ്റില്ല. കേസിന്റെ ഒരു കിടപ്പ് വശം ഞാൻ സാറിനോട് പറഞ്ഞില്ലായിരുന്നോ? പറഞ്ഞു. എന്നാലും ആ കവറിനുള്ളിൽ 10 ലക്ഷം രൂപ ഉള്ള കാര്യം ഇയാൾ എന്നോട് പറഞ്ഞില്ലല്ലോ. അത് പിന്നെ എന്ന് പറയുമ്പോൾ എസ് ഐ പറയുകയാണ്, അതൊരു വിഷയമാക്കണ്ട, ഞാൻ പറഞ്ഞ തുകയിൽ കൂടുമെന്നേ ഉള്ളൂ. എന്തായാലും കാര്യം ഒക്കെയാണ്. ബാലചന്ദ്രൻ പറയുകയാണ്, അതൊക്കെ നോക്കിയും കണ്ടും ഞാൻ ചെയ്യില്ലേ സാറേ? നമ്മൾ എത്ര കേസുകൾ കൈകാര്യം ചെയ്തിട്ടുള്ളതാണ്. താൻ അവരെ ഉപദ്രവിച്ചിട്ടൊന്നും ഇല്ലല്ലോ. ആ സ്ത്രീയുടെ നെറ്റിയിലൊരു മുറിവുണ്ടായിരുന്നു, കൈയും പോറിയിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വകുപ്പ് വേറെയാണ്. ചിലപ്പോ പിടിച്ചാൽ നിൽക്കില്ല. അന്നേരം ബാലചന്ദ്രൻ പറയാണ്, അത്രയ്ക്ക് പൊട്ടനാണോ സാറേ ഞാൻ അവരുടെ ദേഹത്ത് തൊട്ടിട്ടില്ല. അവരോടിയപ്പോൾ റോഡിലെങ്ങാനും വീണതാകും. ശരി, ആയിക്കോട്ടെ. എന്നാലും ആ കണ്ണുകളിലേക്കൊന്ന് നോക്കിയപ്പോൾ ഒരു പിടച്ചിലുണ്ടായിരുന്നു. അവര് കരയുന്നത് കണ്ടപ്പോൾ നമുക്ക് വേണ്ടപ്പെട്ട ആരുടെയോ മനസ്സ് വേദനിക്കുന്നത് പോലെ തോന്നി. ബാലചന്ദ്രൻ പറയുകയാണ്, അതെ സാറേ, സാറിന്റെ ഈ പിടച്ചിലൊക്കെ പെട്ടെന്ന് മാറിക്കോളും.
1 മണിക്കൂറിനുള്ളിൽ സാറിന്റെ മൊബൈലിൽ ഒരു മെസ്സേജ് വരും. അക്കൗണ്ടിൽ 1,00,000 രൂപ ക്രെഡിറ്റ് ആയി എന്ന് പറഞ്ഞ്. അതുപോലെ സാറേ സാറിന്റെ ഈ വിഷമം മാറാൻ? ആ അത് മതി, ഞാൻ വിഷമം മാറ്റിക്കോളാം. എന്നാ പിന്നെ വച്ചോട്ടെ സാറേ. ശരി ശരി എന്ന് പറഞ്ഞ് അവരിരുവരും ഫോൺ കട്ട് ചെയ്യുകയാണ്. ഫോൺ വെച്ച ശേഷം ബാലചന്ദ്രൻ പറയാണ് അവന്റെ കോപ്പിലെ ഒരു വിഷമം. വീണ്ടും കാണിക്കുന്നത് ശാലിനിയുടെ പുറകെ പോകുന്ന വിഷ്ണുവിനെയും കമലിനെയുമാണ്. പെട്ടെന്ന് വിഷ്ണു കാണുന്നത് ശാലിനിയുടെ ഷോൾ ടയറിനടുത്തേക്ക് കിടക്കുന്നതാണ്. വിഷ്ണു വിളിച്ചു പറയുകയാണ്, ഏയ് വണ്ടി നിർത്ത്. എന്ത് പറ്റി ആശാനെ എന്ന് കമലൻ ചോദിക്കുമ്പോൾ വിഷ്ണു പറയാണ്, എടാ കഴുത, അവളുടെ ഷാള് കുരുങ്ങി കിടക്കുന്നത് കണ്ടില്ലേ? ഹലോ കുട്ടി നിർത്തുന്നൊക്കെ വിഷ്ണു വിളിച്ച് പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും ശ്രദ്ധിക്കാതെ ശാലിനി സ്പീഡിന് വണ്ടി ഓടിച്ചു പോവുകയാണ്. വിഷ്ണു പറയുന്നതൊക്കെ കേട്ടിട്ട് ശാലിനി പറയാണ്, നിർത്താമല്ലോ, ഇന്ന് ഇയാളുടെ അസുഖം ഇപ്പോ ഞാൻ മാറ്റി കൊടുക്കും. വണ്ടി നിർത്തിയ ശേഷം ശാലിനി ഇറങ്ങി രൂക്ഷമായിട്ട് വിഷ്ണുവിനെ നോക്കുകയാണ്. പക്ഷെ വിഷ്ണു ചിരിച്ചുകൊണ്ട് ശാലിനിയുടെ അടുത്തേക്ക് തന്നെ വരികയാണ്. ദേഷ്യപ്പെട്ട് ശാലിനി ചോദിക്കുകയാണ്, എന്താടോ തനിക്ക് വേണ്ടത്? ഓ എന്ന് വിളിച്ചുകൊണ്ട് ശാലിനി മുന്നോട്ടായുമ്പോൾ പെട്ടെന്ന് ഷാൾ അവിടെ കുരുങ്ങി ശാലിനി വീഴുകയാണ്. ശാലിനി വീഴുന്നത് വിഷ്ണുവിന്റെ കൈകളിലേക്കാണ്. റോഡിന്റെ മധ്യത്ത് ശാലിനിയെ താങ്ങി നിൽക്കുന്ന വിഷ്ണുവിനെ അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ് കമലൻ. അതിനുശേഷം കമലൻ ചുറ്റുമൊക്കെ നോക്കുകയാണ്, ആരെങ്കിലുമൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നുള്ളത്. പെട്ടെന്ന് ശാലിനി പറയാണ്, വിട് വിട് എന്ന് പറയുമ്പോൾ വിഷ്ണു പറയുന്നു, വിട്ടാൽ വീഴും. പെട്ടെന്ന് ശാലിനി അങ്ങ് വിഷ്ണുവിന്റെ കൈകളിൽ നിന്നും മാറുകയാണ്. തനിക്ക് എന്തിന്റെ കുഴപ്പമാണോ? കുറെ നേരമായല്ലോ എന്റെ പിന്നാലെ. അത് ഞാൻ എന്ന് പറയുമ്പോൾ ശാലിനി ചോദിക്കുകയാണ്, എന്ത് ഞാൻ? ഇയാളിപ്പോ എന്തിനാ എന്നെ കയറി പിടിച്ചത്? കയറി പിടിച്ചെന്നോ? അത് ഇയാള് വീഴാതിരിക്കാൻ വേണ്ടി ഞാൻ പിടിച്ചതല്ലേ. വീഴാതെ പിടിച്ചെന്നോ? ഇയാള് ഇതിനു മുമ്പ് വേറൊരു പെണ്ണിനെ വീഴാതിരിക്കാൻ വേണ്ടി കയറി പിടിച്ചല്ലോ, അത് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. ഇയാളാരാ? ശക്തിമാനോ? അപകടം ഉണ്ടാകുന്നതിന് മുമ്പ് ഓടി വന്ന് രക്ഷിക്കാൻ. നോക്കുകുട്ടി, ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇയാളൊന്നും പറയണ്ട. എന്നെ ഇയാൾക്ക് ശരിക്കറിയില്ല. പെണ്ണുങ്ങളുമായിട്ട് മുട്ടാൻ ഓരോ സിറ്റുവേഷൻ അങ്ങ് ഉണ്ടാക്കി എടുക്കുവാണല്ലേ. ഇപ്പോ ഞാൻ അവസാനിപ്പിച്ചു തരാം. അതിനുശേഷം മൊബൈൽ എടുത്ത് നമ്പർ അടിക്കുകയാണ് ശാലിനി. അന്നേരം വിഷ്ണു ചോദിക്കണം, ഇയാളത് ആരെയാ വിളിക്കുന്നത്? പോലീസിനെ. അയ്യോ എന്ന് വിഷ്ണു വയ്ക്കുമ്പോൾ ശാലിനി പറയുകയാണ്, നല്ല ഇടി കിട്ടിയാലേ ഇയാളൊക്കെ രക്ഷപ്പെടൂ. വിഷ്ണു പറയണ, അയ്യോ വിളിക്കല്ലേ വിളിക്കല്ലേ, എനിക്ക് പോലീസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയാണ്. വലിയ വടിയൊക്കെ ഇല്ലേ അവരുടെ കയ്യില്. പിന്നെ കുട്ടി പറഞ്ഞ പോലെ നല്ല ഇടി ഇടിക്കും. ഒന്ന് മനസ്സിലാക്കുമെന്ന് പറയുമ്പോൾ ഫോൺ മേലിൽ നിർത്തിയിട്ട് ശാലിനി പറയണ, എന്നിട്ടാണോ ഇയാൾ ഈ പണിയുമായിട്ട് നടക്കുന്നത്? സത്യത്തിൽ ഞാൻ കുട്ടിയെ ഫോളോ ചെയ്ത് വന്നതല്ല. പിന്നെയെന്ന് ചോദിക്കുമ്പോൾ വിഷ്ണു പറയണ, ഞാൻ ആ ബൈക്കിൽ പിന്നാലെ വരുന്നതിനിടയിൽ കുട്ടിയുടെ ഷോള് ഈ സ്കൂട്ടറിൽ കുരുങ്ങിക്കിടക്കുന്നത് കണ്ടു. അന്നേരം ശാലിനി തന്റെ ഷോൾ ശ്രദ്ധിക്കുകയാണ്. ഷോള് സ്കൂട്ടറിന്റെ ടയറിലേക്ക് കുരുങ്ങി കിടക്കുകയാണ്. പെട്ടെന്ന് ശാലിനി കാര്യം മനസ്സിലാക്കി ഷോൾ വലിച്ചെടുക്കുമ്പോൾ സൂക്ഷിച്ചെന്ന് പറയുകയാണ് വിഷ്ണു. ശാലിനി ഒരു മയത്തിൽ പറയണം, ഞാൻ അറിഞ്ഞില്ല. ഓ അത് മനസ്സിലായി, ഇനി മനസ്സിലുള്ളത് തുറന്നു പറയണം. മനസ്സിലുള്ളതോന്ന് ചോദിക്കുകയാണ് ശാലിനി. അന്നേരം ശാലിനി ചിരിച്ചുകൊണ്ട് വിഷ്ണുവിന്റെ അടുത്തേക്ക് വന്നിട്ട് ഐ ലവ് യു എന്ന് പറഞ്ഞ് വിഷ്ണുവിനെ കെട്ടിപ്പിടിക്കുകയാണ്. കമലൻ ഇതൊക്കെ ദൂരെ നിന്ന് നോക്കി ചിരിക്കുകയാണ്. ഈ രംഗങ്ങളൊക്കെ വിഷ്ണു റോഡിൽ തന്നെ നിന്ന് ആലോചിക്കുകയായിരുന്നു. വിഷ്ണുവിന്റെ മുഖത്ത് തട്ടിയിട്ട് ശാലിനി ചോദിക്കുകയാണ്, എന്ന് വിളിക്കുകയാണ്. ഇയാളിത് ഏത് ലോകത്താണ്? മനസ്സിലുള്ളത് പറയണമെന്ന് പറഞ്ഞില്ലേ? പറഞ്ഞു എന്ന് വിക്കി പറയുകയാണ് വിഷ്ണു. ഓറിയുന്ന ശാലിനി പറയുമ്പോൾ അത്രേ ഉള്ളൂ എന്ന് ചോദിക്കുകയാണ് വിഷ്ണു. പിന്നെ വേറെന്തുവാ? ഒന്ന് ആലോചിച്ചിട്ട് വീണ്ടും ശാലിനി പറയുകയാണ്, താങ്ക്സ്. ഒന്നും മിണ്ടാതെ നിൽക്കുന്ന വിഷ്ണുവിനോട് ശാലിനി ചോദിക്കുകയാണ്, എന്തു പറ്റി? അത് പിന്നെ ആ താങ്ക്സിനെ ഒരു സുഖമില്ല, ഒരു ജീവനില്ലാത്ത പോലെ, അങ്ങോട്ട് ശരിയായില്ല. അന്നേരം ശാലിനി വിഷ്ണുവിന്റെ കൈ പിടിച്ചിട്ട് ചിരിച്ചുകൊണ്ട് താങ്ക്സ് എന്ന് പറയുകയാണ്. ഇത് കണ്ട് സന്തോഷത്തോടു കൂടി വിഷ്ണു പറയാണ്, തിരിച്ചും താങ്ക്സ് ഉണ്ട് കേട്ടോ. എന്തിനാ താങ്ക്സ്? അന്നേരം വിഷ്ണു പറയാണ്, നമ്മൾ തമ്മിൽ പലയിടത്ത് വെച്ച് കണ്ടിട്ടുണ്ട് പലതവണ. പക്ഷെ ഇന്ന് ആദ്യമായിട്ടാണ് ഇയാളുടെ കണ്ണിലൊരു ചിരി കാണുന്നത്. ദേഷ്യമല്ല, ചിരിയാണ് ഇയാൾക്ക് ഇണങ്ങുന്നത്. എന്നാ ശരി, ഞാൻ പോട്ടെ എന്ന് ചോദിക്കുകയാണ് ശാലിനി. തിരിഞ്ഞു നടക്കുന്ന ശാലിനിയോട് വിഷ്ണു പറയുകയാണ്, അതെ പോട്ടെ എന്നല്ല, പോയിട്ട് വരട്ടെ എന്ന് ചോദിക്കുമോളെ. വിഷ്ണുവിനെ നോക്കി ചിരിച്ച് തലയാട്ടിയ ശേഷം സ്കൂട്ടിയിലേക്ക് പോവുകയാണ് ശാലിനി. ശാലിനി പോയ ശേഷം ദൂരെ മാറി നിന്ന കമലൻ വിഷ്ണുവിന്റെ അടുത്തേക്ക് ഓടി വന്നിട്ട് ആശാനെ ആശാനെ എന്ന് വിളിക്കുകയാണ്. പക്ഷെ വിഷ്ണു അത് കേൾക്കുന്നില്ല. അവസാനം വിഷ്ണുവിനെ നുള്ളിക്കൊണ്ട് കമലൻ വിളിക്കുകയാണ് ആശാനെ എന്ന്. ദേഷ്യപ്പെട്ട് വിഷ്ണു കമലനെ നോക്കുമ്പോൾ കമലൻ പറയുകയാണ്, പ്രേമത്തെ പറ്റി ഒന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട് എന്തായിരുന്നു ഇവിടെ? കെട്ടിപ്പിടുത്തവും കൈകൊടുക്കലും ഇതെല്ലാം എങ്ങനെ ഒപ്പിച്ചു ആശാനെ? കെട്ടിപ്പിടിച്ചതല്ലടാ, അതവള് വീഴാൻ പോയപ്പോൾ പിടിച്ചതാണ്. അങ്ങനെയാണോ? അല്ല, നിങ്ങൾ എന്താ ഇത്ര നേരം സംസാരിച്ചത്? അതെ, പിന്നെ അവൾ ഫീൽ ചെയ്തിട്ട് രണ്ട് വാക്കേ പറഞ്ഞുള്ളൂ. കമലൻ ചോദിക്കുകയാണ്, ഐ ലവ് യു എന്ന് പറഞ്ഞാൽ 3 വാക്കില്ലേ? എന്താ ഏടത്തി പറഞ്ഞത്? ഒന്ന് ആലോചിച്ച ശേഷം വിഷ്ണു പറയാണ്, അത് സോറി താങ്ക്സ്. സോറിയും താങ്ക്സുമോ? ഇതൊക്കെയാണോ ആശാനെ പ്രേമം? ഇങ്ങനെയൊക്കെ അല്ലേടാ അതിന്റെ തുടക്കം. അല്ല ആശാനെ, വേറെ എന്തോ കൂടി സംസാരിച്ചല്ലോ നിങ്ങള്.
അത് അവള് പോലീസിനെ വിളിക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് പോലീസിനെ പേടിയാണെന്ന് പറഞ്ഞ് രണ്ടുപേരും ചിരിക്കുകയാണ്. അന്നേരം വിഷ്ണുവിന്റെ ഫോൺ ബെല്ലടിക്കുകയാണ്. പോലീസിനെ കുറിച്ച് പറയുകയാണ്. നോർത്ത് എസ് ഐ ആണ്. മാലമോഷണ കേസിലെ പ്രതി തൊണ്ടി എവിടെയാണെന്ന് പറയുന്നില്ല അത്രേ. വിളിയോട് വിളി. സഹായം ചോദിച്ചിട്ടാണ്. അതിനുശേഷം സ്പീക്കർ ഓൺ ആക്കുകയാണ് വിഷ്ണു. സാറേ എന്ന് വിളിക്കുമ്പോൾ എസ് ഐ പറയുകയാണ് വരാന്ന് പറഞ്ഞിട്ട് കണ്ടില്ലല്ലോ. അതെ, പഴയ മുറയൊന്നും പോര സാറേ. അതെ, നമ്മുടെ ഈ കരിക്കില്ലേ, കരിക്ക്, അത് തോർത്തിൽ പൊതിഞ്ഞു കെട്ടിയിട്ട് ഒരു ഐറ്റം ഉണ്ട്, കുനിച്ചു നിർത്തിയിട്ട് മുതുകത്തൊന്ന് പൂശിയാൽ മതി. അവനല്ല, അവന്റെ അച്ഛൻ തൊണ്ടി മുതൽ കൊണ്ടുവന്ന് കാൽക്കൽ വയ്ക്കും. എന്തോന്ന് ഹരിദാസാന്നും പറഞ്ഞ് ചിരിക്കുകയാണ് വിഷ്ണു. പിന്നീട് കാണിക്കുന്നത് ശാരദാമ്മയുടെ ഹോട്ടലാണ്. ഇവിടെ എല്ലാവർക്കും ഭക്ഷണമൊക്കെ കൊടുക്കുകയാണ്. ശാന്തയും ശ്യാമയും ഒക്കെ. ശ്യാമ പറയണം അമ്മയും വല്യേച്ചിയും ഇതുവരെ കണ്ടില്ലല്ലോ ചേച്ചി, അവരിങ്ങ് വന്നോളും കൊച്ചെ. അന്നേരം അവിടേക്ക് വരികയാണ് ശാലിനി. ശാലിനി പറയുകയാണ് വന്നോളും എന്ന് വെച്ചാൽ മഴ ഇപ്പോ പേമാരിയാകുന്ന ലക്ഷണമാണ്. കൊട എടുത്തിട്ടുണ്ടോ എന്ന് ആർക്കറിയാം. അത് കേട്ട് രാജി പറയുകയാണ് അതിപ്പോ മഴയൊക്കെ പെട്ടെന്ന് പെയ്താൽ ഒരു കുട ചോദിച്ചു ശാരദാമ്മ ഒരു കുട ചോദിച്ചാൽ ആരാണ് കൊടുക്കാത്തത്. നമുക്ക് ജോലി ചെയ്യാന്നും പറഞ്ഞ് രാജി ശാന്തയും കൂട്ടി പോവുകയാണ്. അന്നേരം ഹോട്ടലിലേക്ക് എത്തുകയാണ് രാജീവ്. രാജീവിന്റെ കയ്യിൽ ഒരു ഗിഫ്റ്റുമുണ്ട്. രാജീവിനെ കണ്ട് ശ്യാമ പറയുകയാണ് ഹായ്, ഗുഡ് ആഫ്റ്റർനൂൺ സാർ. ഗുഡ് ആഫ്റ്റർനൂൺ. മഴ പെയ്താൽ ശാരദാമ്മയുടെ കുടുംബശ്രീ ഹോട്ടലിന് ചോർച്ചയൊന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ല സാർ എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് നോക്കി ശ്യാമ പറയാണ് രാജി ചേച്ചി, രാജീവ് സാറിന് ഒരു ഊണെടുക്കുമോ? ുമായി നടക്കുന്ന രാജീവിനെ ശ്രദ്ധിക്കുകയാണ് ശാലിനി. കൈയൊക്കെ കഴിവുന്നുണ്ടെങ്കിലും രാജീവ് അകത്തോട്ടൊക്കെ നോക്കുകയാണ്. രാജീവിന്റെ വെപ്രാളങ്ങളും നോട്ടങ്ങളും ഒക്കെ ശ്രദ്ധിക്കുകയാണ് അകത്തു നിന്നും ശാലിനി. അതിനുശേഷം രാജീവിന് ഭക്ഷണം വിളമ്പാനായി ഇലയിടുകയാണ് ശാലിനി. ശാലിനി രാജീവിനെ തന്നെ സൂക്ഷിച്ചു നോക്കുകയാണ്. അത് കണ്ട് രാജീവ് ഒന്ന് അമ്പരക്കുന്നു. ഇല വെച്ച ശേഷം ശാലിനി പറയുകയാണ് അതെ, നല്ല മഴയാണെങ്കിൽ ഓടിട്ട കെട്ടിടമൊക്കെ ചിലപ്പോൾ ചോരും. വീടോ ചായക്കടയോ കൊട്ടാരമോ എന്ന വ്യത്യാസമൊന്നും ഇല്ല സാറേ. ഈ കുടുംബശ്രീ ഹോട്ടലിനെയും അങ്ങനെ കണ്ടാൽ മതി. ആകെ ചമ്മി ചിരി വരുത്തുകയാണ് രാജീവ്. വീണ്ടും ശാലിനി ചോദിക്കണം അല്ല എന്തായി സാറേ ചുറ്റും എങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? അല്ല, ഇന്ന് പൊതുവെ ആള് കുറവാണല്ലോ എന്ന് നോക്കുകയായിരുന്നു. ഓ അതോ, അത് ഊണിന് സമയമാകുന്നതല്ലേ ഉള്ളൂ. ആൾക്കാര് വന്നോളും. അല്ലെങ്കിലും ആൾക്കാർ ഇടിച്ചു കയറാൻ ഇവിടെ സൂപ്പർ സ്റ്റാറിന്റെ പടമൊന്നും നടക്കുന്നില്ലല്ലോ സാറേ. ഇതേ ഒരു പാവം പിടിച്ച ചായക്കടയാണ്. വിക്കി കൊണ്ട് രാജീവ് പറയണം അല്ല, ഞാൻ ഈ വിളമ്പാനുള്ള ആൾക്കാരെ പറ്റിയാണ് ആലോചിച്ചത്. ശാലിനി ചോദിക്കണം ഓ ശാന്തേച്ചിയാണോ ഉദ്ദേശിച്ചത്? ഇല്ലല്ല, പിന്നെ രാജേച്ചിയോ? ഇതല്ല എന്ന് രാജീവ് പറയുമ്പോൾ വീണ്ടും ശാലിനി പറയണം അപ്പോ പിന്നെ അമ്മയായിരിക്കും അല്ലേ? അമ്മ വന്നോളും, സാർ ആഹാരം കഴിക്കട്ടോ എന്നും പറഞ്ഞ് ഭക്ഷണം വിളമ്പുകയാണ് ശാലിനി. വീണ്ടും അകത്തോട്ടും അങ്ങോട്ടുമൊക്കെ നോക്കുകയാണ് രാജീവ്. ഇതൊക്കെ ശാലിനി ശ്രദ്ധിക്കുന്നുണ്ട്. രാജീവ് കരുതുകയാണ് ഈ ഭദ്രകാളിയോട് എങ്ങനെ ചോദിക്കാനാണ് ശാരിക എവിടെയാണെന്ന്. അന്നേരം ശ്യാമയെ നോക്കിയിട്ട് രാജീവ് വിളിക്കുകയാണ് ടോപ്പർ സാർ എന്ന് വിളി കേൾക്കുകയാണ് ശ്യാമ. രാജീവ് ചോദിക്കുകയാണ് അല്ല, ഈ ബാക്കിയുള്ളവരൊക്കെ എവിടെ പോയി? ആരാണ് സാർ, അമ്മയാണോ? അല്ലല്ല, ഈ ബാക്കിയുള്ളവരെന്ന് പറയുകയാണ് രാജീവ്. ഓ ശാരി ചേച്ചിയാണോ? ആ എന്ന് പറഞ്ഞിട്ട് നോക്കുന്നത് രാജീവ് ശാലിനിയുടെ മുഖത്തേക്കാണ്. അന്നേരം ചോറ് പാത്രം കൊണ്ടുവന്ന് മേശപ്പുറത്ത് ബലമായിട്ട് ഇടിച്ചു വെച്ച ശേഷം ശാലിനി ശ്യാമയോട് പറയണം നീ നിന്റെ ജോലി നോക്ക് ശ്യാമേ. അതിനുശേഷം രാജീവിന് ചോറ് വിളമ്പുകയാണ് ശാലിനി. ശാലിനിയുടെ ദേഷ്യപ്പെട്ടുള്ള വിളമ്പ് കണ്ട് മതിയെന്ന് പറയുകയാണ് രാജീവ്. ശാലിനി ചോദിക്കുകയാണ് സാറിന്റെ കോളേജിലുള്ള ലെക്ചറർ പോസ്റ്റ് പെർമനന്റ് ആണല്ലോ അല്ലേ? അതെ, എന്താ ചോദിച്ചത്? അല്ല, ഇവിടെ സ്റ്റാഫിന് വല്ലതും അന്വേഷിക്കുന്നുണ്ടോ എന്നതായിട്ട് ഒരു ചെറിയ സംശയം. ഒരു ചെറിയ കടയാണ് സാറേ. ഞങ്ങൾ ഇവിടെ 4 ആൾക്ക് പുറമെ 2 ചെറിയ ജോലിക്കാർ കൂടി ഉണ്ട്. തൽക്കാലം ഇങ്ങോട്ട് പുറത്തുനിന്ന് ആരെയും എടുക്കുന്നില്ല. ഞാൻ ഇന്ന് രാജീവ് പറയാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് തിരിയുകയാണ് ശാലിനി. രാജീവ് കരുതുകയാണ് ആകെ കുളമായല്ലോ. സാമ്പാർ തന്നെയല്ലേ എന്ന് ശാലിനി ചോദിക്കുമ്പോൾ ആ എന്ന് പറയുകയാണ് രാജീവ്. കുറച്ചു കാലമായിട്ട് കാണുന്നല്ലോ, അതുകൊണ്ട് സാറിന്റെ ഇഷ്ടമൊക്കെ എനിക്ക് മനസ്സിലാകും. പക്ഷേ എല്ലാം സാധിച്ചു കിട്ടുമെന്ന് സാറ് കരുതേണ്ട. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.